മനുഷ്യവർഗത്തിന്റെ പാപപരിഹാര ബലിയാകുവാൻ മനുഷ്യനായി അവതരിച്ച ദൈവപുത്ര, അങ്ങ് ഗാഗുൽത്തായിലേക്ക് നടത്തിയ വേദനാനിർഭരമായ കുരിശുയാത്രയെ ധ്യാനിച്ച് പ്രാർത്ഥിക്കുന്ന ഞങ്ങൾക്ക് പാപങ്ങളെക്കുറിച്ച് ആത്മാർത്ഥമായ അനുതാപവും അതുവഴി മോചനം പ്രാപിക്കുവാനുള്ള വരവും തരുമാറാകണമേ. ജീവന്റെ നായകനേ, നിർമ്മല ദൈവിക കുഞ്ഞാടിനെ, രാജരാജേശ്വരനെ പീലാത്തോസ് അന്യായമായി വിധിച്ചു, കുരിശു മരണത്തിനായി ത്യജിച്ചു. അനുതപിച്ചിടുകീലപരാധമേതിനും കുറുതി നൽകിയിടുവോനേ, ലോകാവസാനത്തിൽ മാനവ മക്കൾക്കു വിധിയാളനാകുവോനേ, തെളിവേതുമില്ലാതെ അലിവേതുമില്ലാതെ ആ നീതിപീഠം വിധിച്ചു, ഈ വിശ്വമൊന്നായി വിറച്ചു. ഒന്നാം സ്ഥലം. ഈശോ മിശിഹ മരണത്തിന് വിധിക്കപ്പെടുന്നു. സ്വർഗത്തിന്റെയും ഭൂമിയുടെയും നാഥനായ യുഗരാജനായ ദൈവപുത്രൻ ഇതാ പീലാത്തോസിന്റെ മുമ്പിൽ. പീലാത്തോസ് പറഞ്ഞു, ഇവനിൽ ഞാൻ യാതൊരു കുറ്റവും കാണുന്നില്ല. ഞാനിവനെ ശിക്ഷിച്ച് വിട്ടയക്കും. ലോകം ശ്രവിച്ച ഏറ്റവും അന്യായമായ ശിക്ഷാവിധി. ദൈവത്തിനും മനുഷ്യർക്കുമെതിരെ നമ്മൾ നടത്തിയിട്ടുള്ള തെറ്റായ വിധികളുടെയും അന്യായമായ തീരുമാനങ്ങളുടെയും പ്രതിധ്വനി. പീലാത്തോസ് ഒരിക്കൽ മാത്രം ദൈവപുത്രനെ വിധിച്ചു. നാം ഓരോ തെറ്റ് ചെയ്യുമ്പോഴും അന്യായമായ ഈ വിധി ആവർത്തിക്കുന്നു. ജീവന്റെ നാഥനും പരമപരിശുദ്ധനും രാജാതിരാജനുമായ ഈശോയെ, അങ്ങയുടെ വിധികളെ ധിക്കരിച്ചും സഹോദരങ്ങളെ അന്യായമായി വിധിച്ചും ക്രൂരമായ കുരിശുമരണത്തിന് ഞങ്ങൾ അങ്ങേ ഏൽപ്പിച്ചു കൊടുത്തു. യുഗാന്ത്യത്തിൽ വിധിയാളനായി വരുവാനിരിക്കുന്ന കർത്താവേ, ഞങ്ങളുടെ മേൽ കനിയണമേ. പിതാവ് തൊട്ടേ മാനവർ ഭൂമിയിൽ ചെയ്ത പാപം, ഭാരമേറും കുരിശായി കസ്മലർനാഥന്റെ തോളിലെത്തി, രക്ഷകൻ സ്നേഹമോടേറ്റുവാങ്ങി. വളർന്നു വിളിച്ചവൻ പാരം കരുണാർദ്രനായി, ദുഃഖിതർ പീഡിതർ നിന്ദിതരെ സ്വയം അത്താണിയായി നൽകാൻ, അന്തേ പരിത്യക്തൻ ആ സ്നേഹഗായകൻ മുമ്പോട്ടവശനായി നീങ്ങി, രണ്ടാം സ്ഥലം. ഈശോയുടെ ചുമലിൽ കുരിശു വയ്ക്കപ്പെടുന്നു. അടിമുടി ചാട്ടവാറടിയേറ്റ് ചർമ്മം മുറിഞ്ഞ് മാംസം ചിതറി ഈശോ അവശനായിരുന്നു. ഭാരമേറിയ കുരിശ് അവിടുത്തെ ചുമലിൽ അവർ വെച്ചു. അപമാനത്തിന്റെയും തിരസ്കാരത്തിന്റെയും മരണത്തിന്റെയും അടയാളമായ കുരിശിനെ അവിടുന്ന് ഏറ്റുവാങ്ങി. അങ്ങനെ ലോകപാപങ്ങളുടെ
ഭാരം വഹിക്കുന്ന കുഞ്ഞാടായി അവിടുന്ന് സ്വയം ബലിക്കു തയ്യാറായി. ദൈവഹിതത്തിന്റെ രക്ഷാകരമായ മാധുര്യമുള്ള മുഖവും ലഘുവായ ചുമടും നമ്മൾ തിരസ്കരിച്ചു. അന്യരുടെ മേൽ എന്തെന്തു ഭാരം ചുമത്തി അതെല്ലാം ഈശോയുടെ ചുമലിൽ കുരിശായി. ഞങ്ങളുടെ തിന്മകളുടെയും പാവങ്ങളുടെയും പ്രതീകമായി ഭാരമേറിയ കുരിശിനെ സ്നേഹപൂർവ്വം തോളിൽ വഹിച്ച രക്ഷകനായ ഈശോയെ, നിന്റെ കൽപ്പനകളുടെ ഭാരം സന്തോഷത്തോടെ സ്വീകരിക്കുവാനും നീ തരുന്ന കുരിശുകളെ ത്യാഗാരൂപിയോടെ കൈക്കൊള്ളുവാനും പാപപരിഹാരം ചെയ്ത് നിന്റെ ബലിയിൽ പങ്കാളികളാകാനും ഞങ്ങളെ സഹായിക്കുമാറാകണമേ. മർദ്ദനമേറ്റുനിദ്രാഹീനനായ രക്തം ചൊരിഞ്ഞ നാഥൻ എത്രയും ദുർബലനായി ക്ഷീണിതഗാത്രനായി കാലിടറി ക്രൂശുമായി പൂഴിയിൽ വീണുപോയി. ഓശാനഗാനത്തിനോമൽ പുളകങ്ങൾ പൂവിട്ട പാതകളിൽ ദാവീദിൻ പുത്രനായി നീലേറിയിട്ട ആരാജവീഥികളിൽ കർത്താവിൻ നാമത്തിൽ വന്നവനെ അവർ ആർത്തു വിളിച്ചു ശപിച്ചു, കുരിശിൽ തറയ്ക്കാൻ ശഠിച്ചു. മൂന്നാം സ്ഥലം, ഈശോ നിലത്ത് വീഴുന്നു. ഓശാന തിരുനാളിൽ ജനങ്ങൾ അവനെ കഴുതപ്പുറത്തിരുത്തി ഇന്നവനെ കുരിശുമെടുപ്പിച്ച് കൊലക്കളത്തിലേക്ക് ആനയിക്കുന്നു. സീസറല്ലാതെ ഞങ്ങൾക്ക് രാജാവില്ല, അവനെ കുരിശിൽ തറയ്ക്കുക അവർ ആർത്തു വിളിച്ചു. പകരം അവർ ബറാബാസിനെ തിരഞ്ഞെടുത്തു. മനുഷ്യമക്കളുടെ സകല വീഴ്ചകളെയും പരിഹരിക്കുവാനും തള്ളിപ്പറയുന്നവർക്ക് സ്വയം ദാനമായി നൽകുവാനും ഈശോ തയ്യാറാവുന്നു. നമ്മുടെ സകല ഭാവഭാരവും നീക്കി നമ്മെ രക്ഷിക്കുവാനും അവിടുന്ന് ആഗ്രഹിക്കുന്നു. ശിരസിൽ മുൾക്കിരീടം ചൂടി മർദ്ദനമേറ്റ് ചർമ്മം ഉരിഞ്ഞു മാറിയ തിരുമേനിയിൽ കുരിശും താങ്ങി നീങ്ങി ദുർബലനായി ഓർസ്ലേം തെരുവീതിയിലെ പൂഴിയിൽ വീണ ബലവാനായ ദേവപുത്ര, നിന്റെ വീഴ്ചയ്ക്ക് കാരണമായ ഞങ്ങളുടെ എല്ലാ വീഴ്ചകളെയും ക്ഷമിക്കണമേ. അവയെ പരിഹരിക്കുവാൻ അനുഗ്രഹം തരയണമേ. ദുഃഖസാഗരമായി കന്യകമാതാവന്ന വഴി ഒന്നു തൻ വൈസലനാ സൂനുവിൻ ദർശനത്താൽ നടുങ്ങി അമ്മകൻ പൂങ്കരൾ ഹാമുറുങ്ങി. വാനവരാട്ടിടയന്മാരാജാക്കൾ ആദരാൽ വാഴ്ത്തിയില്ലേ, ആ മധുവാണിയും ആദില്യ തേജസ്സും ആരും കൊതിച്ചതില്ലേ. ആ നാഗസൗന്ദര്യധാമത്തിനേകി മാലിന്യമെല്ലാം മാത്തേകണേ ഇവർ തമ്മേ. നാലാം സ്ഥലം, ഈശോ വഴിയിൽ മാതാവിനെ കാണുന്നു. അതികോമളനായിരുന്ന മകനെ ഏറ്റവും ശോചനീയമായ നിലയിൽ അമ്മ കണ്ടുമുട്ടി. അവളുടെ നിർമ്മല ഹൃദയം നുറുങ്ങി. ഈശോ കാൽവരി യാത്ര തുടർന്നു.
എന്നേക്കാൾ കൂടുതലായി അപ്പനെയോ അമ്മയെയോ സ്നേഹിക്കുന്നവൻ എനിക്ക് അർഹനല്ല എന്നരുൾ ചെയ്ത അവനെ അമ്മയുടെ ദർശനം തടഞ്ഞില്ല. എല്ലാറ്റിനുമുപരിയായി ദൈവത്തെ സ്നേഹിക്കേണ്ട നമ്മുടെ സ്നേഹം വഴിതെറ്റിയപ്പോഴൊക്കെ ദൈവപുത്രനെയും അവന്റെ അമ്മയെയും നമ്മൾ അതിക്രൂരമായി വേദനിപ്പിച്ചു. നിന്ദിതനും പീഡിതനുമായി കാൽവരിയിലേക്കുള്ള യാത്രയിൽ നന്മ നിറഞ്ഞവളായ അമ്മയെ കണ്ടുമുട്ടിയപ്പോൾ കരുണാവാരിധിയായ നാഥ, ആ അമ്മയും അങ്ങും അനുഭവിച്ച അവർണ്ണീയമായ വേദനയ്ക്കും ദുഃഖത്തിനും കാരണമായ ഞങ്ങളുടെ അപരാധങ്ങളെല്ലാം കർത്താവെ ക്ഷമിച്ചരുളണമേ. അടിവച്ചു നീങ്ങിടുവാൻ ബലിയുടെ വേദിയ കാൽവരിയിൽ ചുമലില ശ്രീവായുമാൻ അണയുവാനുഴറിയ രക്ഷകനെ സാദരം ശിമയോൻ തുണച്ചിടുന്നു. ചുടുചോരയിൽ മുങ്ങി മുൾമുടി ചൂടി പരിഹാസരാജനായി ഇരുചോര നടുവിലായി കഥനത്തിൻ പുത്രന സഹനത്തിൻ ദാസനായി കുരിശിന്റെ പാത തെളിച്ചേകിയോനെ ഇവരെ നയിച്ചുകൊള്ളേണേ ശിമയോന്റെ ഭാഗ്യം തരേണേ. 5-ാം സ്ഥലം. ശിമയോൻ ഈശോയെ സഹായിക്കുന്നു. 2 കള്ളന്മാരുടെ നടുവിൽ കുരിശുമരണത്തിനായി വിധിക്കപ്പെട്ടു നീങ്ങുന്ന ഒരുവനെ സഹായിക്കുക അപമാനകരമായിരുന്നു. പടയാളികളുടെ നിർബന്ധത്താൽ ശിമയോൻ അതിന് തയ്യാറായി. വ്യർത്ഥാഭിമാനത്താലും സ്വാർത്ഥതയാലും അഹങ്കാരത്താലും അമിതമായ സുഖലോലുപതയാലും സ്നേഹശുശ്രൂഷകൾക്കുള്ള എത്രയോ അവസരങ്ങൾ നാം പാഴാക്കി. അപ്പോഴൊക്കെ ഈശോയെ സഹായിച്ച് ആശ്വസിപ്പിക്കുവാനുള്ള സുവർണാവസരങ്ങൾ നാം നഷ്ടമാക്കി. 2 കള്ളന്മാരുടെ നടുവിൽ എത്രയും പരിഹാസ്യനായി ഭാരമേറിയ കുരിശുമെടുത്ത് വേച്ച് വേച്ച് നീങ്ങിയ കർത്താവേ, നിന്റെ കുരിശിന്റെ അഗ്രം താങ്ങി നിന്നെ സഹായിച്ച ശിമയോനെ പോലെ ഞങ്ങളുടെ സഹോദരങ്ങളുടെ ഭാരം ലഘൂകരിച്ചും ജീവിതഭാരം ക്ഷമയോടെ സ്വീകരിച്ചും നിന്നെ ആശ്വസിപ്പിക്കാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ൂഴിയും ചോരവേർപ്പും പ്രാകൃതമാക്കിയൊരാമുഖാബ്ജം വേറോനിക്കാത്തുടച്ചു സാദരം മാനസം നീറി നീറി പൂനിഴി നീർമണികൾ വിതറി. നിൻകരവേലയല്ലേ തേൻ ചോരും പൂവുകൾ വാർമഴവില്ലുകൾ നിൻ സ്തുതി പാടുകില്ലേ. നിൻ കാന്തിയിൽ നാഥ താബോർ മലയിൽ നിന്നും രോമാഞ്ചമോലുന്നതില്ലേ. ഞങ്ങളെ നീ കൈവിടല്ലേ. 6-ാം സ്ഥലം. വെറോനിക്ക ഈശോയുടെ തിരുമുഖം തുടയ്ക്കുന്നു. സ്വർഗീയ തേജസ് നിറഞ്ഞ ആ തിരുമുഖത്ത് യഹൂദന്മാർ തുപ്പി. രക്തവും കണ്ണീരും ചെളിയും നിറഞ്ഞ ആ വികൃതമായ മുഖം വെറോനിക്ക കണ്ടു.
പരസ്യമായി ഒരു കുറ്റവാളിയുടെ മുഖം തുടയ്ക്കുക ഒരു കുലസ്ത്രീക്ക് എത്രയും അപമാനകരമാണത്. സ്നേഹം പ്രതിബന്ധം അറിയുന്നില്ല. വെറോനിക്ക ആ ജനക്കൂട്ടത്തിന്റെ മുമ്പാകെ ഭക്തിപൂർവം ഈശോയുടെ മുഖം തുടച്ചു. അപമാനിച്ചും കോപിച്ചും കുറ്റം വിധിച്ചും എത്രയോ പേരുടെ സന്തോഷം നാം നിഹനിച്ചു. എത്രയോ മുഖങ്ങൾ നാം മ്ലാനമാക്കി. സ്വർഗീയ തേജസ്സിന്റെ നാഥനായ ഈശോയെ, തുപ്പലും വിയർപ്പും രക്തവും പൂഴിയും കണ്ണീരും അണിഞ്ഞ് വികൃതമായി പോയ നിന്റെ തിരുമുഖം തുവാല കൊണ്ട് ഭക്തി ആദരപൂർവ്വം തുടച്ച് നിന്നെ ആശ്വസിപ്പിച്ച വെറോനിക്കായെ പോലെ മറ്റുള്ളവർക്ക് സ്നേഹ ശുശ്രൂഷ ചെയ്ത് നിന്നെ പ്രസാദിപ്പിക്കുവാൻ ഞങ്ങൾക്ക് വരം തരുമാറാകണമേ. പാദം കുഴഞ്ഞു വീണു വീണ്ടും ആ പാതയിൽ ദൈവപുത്രൻ വേദന തൻ കയത്തിൽ മാനുഷപുത്രൻ പിടഞ്ഞു കേണു മേലിൽ ചാട്ടവാറാഞ്ഞു വീണു. വാക്കുകൾ കർമ്മങ്ങളെല്ലാം നന്നായി അറിയുവോനേ, ഒട്ടേറെ ദേവാനി മുൻപിനെ ഞങ്ങളുടെ വാഗ്ദാന ലംഘനങ്ങൾ നിൻ പാത ചേരാതെ നിൻ സ്നേഹമോരാതെ നാശത്തിൽ ഞങ്ങൾ ചരിച്ചു. ആ ശിക്ഷ നിന്നിൽ പതിച്ചു. ഏഴാം സ്ഥലം. ഈശോ രണ്ടാം പ്രാവശ്യം കുരിശിനോടുകൂടി വീഴുന്നു. ബലവാനായ ദൈവപുത്രൻ വീണ്ടും വീണു. കുരിശിന്റെ ഭാരത്തിൻ കീഴിൽ അവൻ ഞെരിഞ്ഞമർന്നു. പടയാളികൾ അവനെ വലിച്ചിഴച്ചു. ചാട്ടവാർ അവന്റെ മേൽ ആഞ്ഞു പതിച്ചു. അധ്വാനിക്കുന്നവർക്കും ഭാരം ചുമക്കുന്നവർക്കും അത്താണിയായി വന്ന സ്നേഹരൂപൻ പാപഭാരം താങ്ങി അവൻ കുഴഞ്ഞു വീണു. സ്നേഹം ഭാരമറിയുന്നില്ല. അവൻ വീണ്ടും എഴുന്നേറ്റ് നടക്കും. മർദ്ദനം ഭയന്നല്ല, നിർബന്ധത്തിന് വഴങ്ങിയല്ല, നമുക്ക് വേണ്ടി ബലി പൂർത്തിയാക്കാൻ. കുരിശിന്റെ ഭാരത്താൽ ക്ഷീണിതനായി രണ്ടാം പ്രാവശ്യവും തെരുവീതിയിൽ വീണുപോയ ദിവ്യരക്ഷക, ഞങ്ങളുടെ നിരവധിയായ വാഗ്ദാന ലംഘനങ്ങൾ അതിന് കാരണമായി എന്ന് ഞങ്ങൾ ഏറ്റുപറയുന്നു. ഞങ്ങളുടെ വീഴ്ചകളെയും മറ്റുള്ളവർക്ക് വീഴ്ചയ്ക്ക് കാരണമായി തീർന്ന ഞങ്ങളുടെ ദുർമാതൃകളെയും ദയാപൂർവം ക്ഷമിക്കുമാറാകണമേ. എത്രയും പീഡിതനായി ക്രൂശുമായി നീങ്ങിടും കർത്താവിനെ തടം വെന്തുരുകി പോർസലേം പുത്രിമാർ കണ്ടു നിന്നു. കണ്ണുനീർധാര ചൊരിഞ്ഞു നിന്നു. വേണ്ടെന്നരുളിയോനേ, സൃഷ്ടിച്ച പാഴ്മരം പോലെ ഞങ്ങളെ അഗ്നിയിൽ വീഴ്ത്തരുതേ. ജീവന്റെ വൃക്ഷമേ, ഘോരാപരാധങ്ങൾ കനിവാർന്നു മായ്ക്കണേ നാഥാ. നവജീവനിയും തരണേ. എട്ടാം സ്ഥലം. ഈശോ യെരൂശലേം നഗരത്തിലെ സ്ത്രീകളെ ആശ്വസിപ്പിക്കുന്നു.
കുരിശും ചുമന്നു നീങ്ങുന്ന തങ്ങളുടെ പ്രിയപ്പെട്ട റബ്ബോണിയെ ജെറുസലേം വീഥിയിലെ സാധ്വികൾ കണ്ടു. എന്തൊരു ദയനീയമായ കാഴ്ച! ഉച്ചി മുതൽ ഉള്ളങ്കാൽ വരെ ചതഞ്ഞരഞ്ഞ മനുഷ്യരൂപം. അവർ വാവിട്ട് കരഞ്ഞു. ഈശോ അവരെ കരുണാർദ്രനായി നോക്കി ആശ്വസിപ്പിച്ചു. കരഞ്ഞുകൊണ്ട് മറ്റുള്ളവരുടെ കണ്ണീർ തുടയ്ക്കുന്ന മനുഷ്യപുത്രൻ അന്യരുടെ വേദനയിൽ, ദുഃഖത്തിൽ അനുകമ്പയില്ലാതെ, സഹതാപമില്ലാതെ പോയ നമ്മുടെ പെരുമാറ്റം, നാം പുലർത്തിയ ഹൃദയകാഠിന്യം, പാപങ്ങളെക്കുറിച്ച് അനുദപിക്കാത്ത നമ്മുടെ ജീവിതം നമുക്ക് ദുഃഖത്തോടെ അനുസ്മരിക്കാം. അങ്ങയുടെ അതിദാരുണമായ പീഡകൾ കണ്ട് കരുണ നേറിക്കരഞ്ഞ ജെറുസലേം പുത്രിമാരെ ആശ്വസിപ്പിച്ച ദുഃഖിതരുടെ അഭയമായ ഈശോയെ, അങ്ങ് അരുളി ചെയ്തതുപോലെ ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും പാപങ്ങളെക്കുറിച്ച് വിലപിക്കുവാനും അവയ്ക്ക് പരിഹാരം ചെയ്ത് അങ്ങയുടെ സ്വർഗീയ സമാധാനം പ്രാപിക്കുവാനും ഞങ്ങൾക്ക് കൃപ ചെയ്തരുളണമേ. ശില്പിയെല്ലാം പാലിച്ചു പോറ്റി പുലർത്തുന്നവൻ, വൈവശ്യമാർന്നു വീണു കാൽവരി യാത്രയിൽ മൂന്നാമതും യാതന മാത്രമായി നാലു പാടും. മണ്ണിന്റെ മക്കളെ പിന്നിൽ കരേറ്റുവാൻ ഉണ്ണിയായി വന്നവനേ, മരണത്തിൻ വായിൽ നിന്നിവരെ വിമോചിക്കാൻ അവതാരം ചെയ്തവനേ, പാപാന്ധകൂപത്തിൽ വീണങ്ങേ ഞങ്ങൾ വീഴിച്ചു നിന്നിച്ചു നാഥ, പീഡയ്ക്കു കൈവിട്ടു ദേവാ. 9-ാം സ്ഥലം. ഈശോ 3-ാം പ്രാവശ്യം കുരിശിനോടുകൂടി വീഴുന്നു. സർവം സഹനം, സർവശക്തനുമായവനും താങ്ങാനാവാത്ത പാപത്തിന്റെ ചുമട് ആദ്യ മനുഷ്യൻ മുതൽ ഇന്നോളവും ലോകാവസാനം വരെയുള്ള സകലരുടെയും വിചാരങ്ങളിലെയും വചനങ്ങളിലെയും പ്രവൃത്തികളിലെയും തിന്മകളുടെ ഭാരം അതിൻ്റെ കീഴിൽ ദൈവപുത്രന്റെ പാദങ്ങൾ കുഴഞ്ഞു. ശരീരം തളർന്നു. അവൻ പൂഴിയിൽ വീണ്ടും വീണു. വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനായ ദൈവത്തിന്റെ തിരുമുമ്പിൽ നാം നടത്തിയിട്ടുള്ള നിരവധിയായ വാഗ്ദാന ലംഘനങ്ങൾ, വീഴ്ചകളിൽ നിന്ന് വിമുക്തരാകുവാനുള്ള നമ്മുടെ അനാസ്ഥ, ഇതെല്ലാം നാഥന്റെ വീഴ്ചയ്ക്കും വേദനയ്ക്കും കാരണമായിട്ടുണ്ട്. മരണത്തിന്റെ മക്കളും വെറും പൊടിയും ചാമ്പലുമായ ഞങ്ങളെ സ്വർഗത്തിലേക്ക് ഉയർത്തുവാൻ മണ്ണിലേക്ക് താണിറങ്ങിയ കർത്താവേ, 3-ാം പ്രാവശ്യവും കുരിശിനോടുകൂടി നീ വീണതിന്റെ കാരണം ഞങ്ങളുടെ അപരാധങ്ങൾ മാത്രമാണല്ലോ. കരുണാനിധിയായ നാഥ, ഞങ്ങളുടെ തഴക്കദോഷങ്ങളെ സമ്പൂർണമായി പരിത്യജിക്കുവാൻ ഞങ്ങൾക്ക് ആത്മധൈര്യം തരുമാറാകണമേ. ചെന്നായ്ക്കൾ നിർദ്ദയമാ കുഞ്ഞാടിൻ പോലുരിഞ്ഞിടും പോലെ ആ തിരുമേനിയിലെ വസ്ത്രങ്ങളെല്ലാം അവരകറ്റി ദൈവത്തിൻ പുത്രനെ നഗ്നനാക്കി. മർത്യനു ദർശിപ്പാനാവാത്ത നിസ്തുല തേജസ്സിൽ വാഴുവോനേ, നൂൽക്കാത്ത ശോസന്ന പൂവിനെയും ശോഭ ചാർത്തി
മാറ്റിയൊരുക്കുവോനേ, ഇഷ്ടപ്രസാദവരം നഷ്ടമാക്കിയോ ഞങ്ങൾക്കു മാപ്പേകിടേണേ. ആത്മാവിനണിയൽ തരേണേ. 10-ാം സ്ഥലം. രക്ഷകന്റെ വസ്ത്രങ്ങൾ പടയാളികൾ ഉരിഞ്ഞുമാറ്റുന്നു. കുരിശുയാത്ര കാൽവരിയിലെത്തി. രക്തത്തിൽ നനഞ്ഞുണങ്ങി തിരുമൈയിലെ മുറിവുകളിൽ ഒട്ടിച്ചേർന്നിരുന്ന വസ്ത്രങ്ങൾ പടയാളികൾ ഉരിഞ്ഞെടുത്തു. മുറിവുകൾ പുത്തനാക്കപ്പെട്ടു. അവശേഷിച്ച രക്തത്തുള്ളികളും ഒഴുകിയിറങ്ങി. ദിവ്യനാഥൻ എത്രയും പീഡിതനും അപമാനിതനുമായി. പരമോന്നതനായ ദൈവത്തിന്റെ തിരുവചനങ്ങൾ ലംഘിച്ച് നാം അവനെ അപമാനിച്ചു. ദൈവത്തിന്റെ ഛായയിലുള്ള സഹോദരങ്ങളുടെ അഭിമാനം, ബഹുമതി, ശ്രേയസ് നമ്മുടെ നാവുകൊണ്ട് നമ്മൾ അപഹരിച്ചു. അവരുടെ വികാരങ്ങൾ നാം വ്രണപ്പെടുത്തി. ഈശോ ഇത്തരത്തിൽ അധിക്ഷേപിച്ചു. വയലിലെ ശ്വസന പുഷ്പങ്ങളെ സ്ലേമോനേക്കാൾ അധികം അണിയിച്ചൊരുക്കുന്ന പരമപരിപാലകനായ നാഥ, നിന്റെ തിരുവസ്ത്രങ്ങൾ ഉരിഞ്ഞു നീക്കി നിന്നെ അപമാനിച്ചപ്പോൾ നീ അനുഭവിച്ച അനന്തമായ ദുഃഖത്തെ ഓർത്ത് മാമോദീസായിൽ നീ ഞങ്ങളെ അണിയിച്ച വരപ്രസാദത്തിൽ നഷ്ടപ്പെടുത്തിയ അപരാധങ്ങൾക്ക് മാപ്പ് നൽകുമാറാകണമേ. കൈകളിൽ കാലുകളിൽ കാലിരുമ്പാണി തറച്ചിറക്കി ദൈവത്തിൻ കുഞ്ഞാടിനെ ആമര കുരിശിലവർ കിടത്തി. നവ്യഹോമബലി തുടങ്ങി. സ്വർഗീയ സ്നേഹത്തിൻ ഗാഥകൾ പാടി മണ്ണിലവനിറങ്ങി. നന്മതൻ തേന്മലർ വാരി വീതറി എന്നും നടന്നു നീങ്ങി. മൂന്നിരുമ്പാണികൾ ഉള്ളിൻ കിരീടവും സമ്മാനമായി മർത്യരേകി. സ്നേഹാർദ്രനായവൻ വാങ്ങി. 11-ാം സ്ഥലം. ഈശോ കുരിശിൽ തറയ്ക്കപ്പെടുന്നു. പടയാളികൾ ഈശോയെ നഗ്നനാക്കി കുരിശിൽ കിടത്തി. അവന്റെ കൈകാലുകളിൽ കാലിരുമ്പാണികൾ അടിച്ചിറക്കി. നന്മ ചെയ്യുവാൻ ചുറ്റി സഞ്ചരിച്ച തൃപ്പാദങ്ങൾ. കുരുടന് കാഴ്ചയും ചെകിടന് കേൾവിയും കുഷ്ഠരോഗിക്ക് സ്വസ്ഥതയും മരിച്ചവർക്ക് പുനർജീവനും, അങ്ങനെ സകലർക്കും നന്മയുടെ മുന്തിരിപ്പൂക്കൾ വാരി വിതറിയ തൃക്കരങ്ങൾ. ആണികളുടെ മുനകൾ തുളഞ്ഞുകയറി നിശ്ചലമാക്കി. അടിമകൾക്ക് സ്വാതന്ത്ര്യവും തടവുകാർക്ക് മോചനവും ദരിദ്രർക്ക് സുവിശേഷവും കൊണ്ടുവന്ന ജീവന്റെ നാഥനെ നമ്മൾ കുരിശിൽ തറച്ചു. നന്മകൾ ചെയ്ത് ചുറ്റി സഞ്ചരിച്ച നല്ല ഇടനായ ഈശോയെ, നിന്റെ കൈകാലികളിൽ കാലിരുമ്പാണികൾ അടിച്ചിറക്കി നിന്നെ നിശ്ചലനാക്കിയ ഞങ്ങളുടെ നന്ദിഹീനതയും ഹൃദയകാഠിന്യവും കനിവോടെ പൊറുക്കണമേ. ഇനി ലഭിക്കുന്ന എല്ലാ അവസരങ്ങളിലും നന്മ മാത്രം ചെയ്ത് നിന്റെ രക്ഷയ്ക്കും മോചനത്തിനും ഞങ്ങൾ യോഗ്യരായി തീരുകയും ചെയ്യട്ടെ. ദാഹാർത്തനായി കിടന്നു ശ്രീവായിൽ ആത്മബലി അണച്ചു. ദുസ്സഹവേദനയാ അഗ്നിയിൽ നീറിയവൻ മരിച്ചു. മാനവരക്ഷയെ കൈവരിച്ചു.
ഞങ്ങൾക്കു നൽകിയോനേ, സ്വല്ലോകദാതാ നിന്നോമൽ കുമാരന് തല ചായ്ക്കുവാനുമേടം ഒരു നാളുമേ കാത്തൊരിവരിൽ കനിയണേ, ദുരിതത്തിനായി വെടിയല്ലേ, നരകാഗ്നിയിൽ കൈവിടല്ലേ. 12-ാം സ്ഥലം. ഈശോ കുരിശിൽ തൂങ്ങി മരിക്കുന്നു. ഈശോയെ കുരിശിൽ തറച്ച ശേഷം പടയാളികൾ കുരിശുയർത്തി കുഴിയിൽ ചൂടുറപ്പിച്ച് നിർത്തി. കുരിശോടുകൂടി ആടി ഉലഞ്ഞ തിരുമേനിയിൽ അവിടുന്ന് അനുഭവിച്ച വേദന എത്രയോ അവർണ്ണനീയം. 3 മണിക്കൂർ കുരിശാകുന്ന ബലിവേദിയിൽ എരിഞ്ഞുയരുന്ന സൂര്യനഭിമുഖമായി അവൻ കിടന്നു. ദാഹിച്ച് വരണ്ടുണങ്ങിയ അധരങ്ങൾ അവൻ ചലിപ്പിച്ചു. എനിക്ക് ദാഹിക്കുന്നു. വെള്ളം വീഞ്ഞാക്കിയവന്, മഴയും മഞ്ഞും പെയ്യിക്കുന്നവന് ഒരിറക്ക് ദാഹജലം ലഭിച്ചില്ല. നമ്മുടെ ഹൃദയകാഠിന്യത്തിന്റെ പ്രതിഫലനം. മരുഭൂമിയിൽ പാറയിൽ നിന്ന് ജലമൊഴുക്കിയവനും കാനായിൽ വെള്ളം വീഞ്ഞാക്കിയവനും മഴയും മഞ്ഞും നൽകി വത്സരത്തെ ഫലപുഷ്ടമാക്കുന്നവനുമായ ദൈവപുത്ര, കരിയുന്ന അധരങ്ങളുമായി മരണാസന്നനായി കുരിശിൽ കിടന്ന നിനക്ക് ദാഹജലം നിഷേധിച്ച ഞങ്ങളുടെ അപരാധമെല്ലാം ക്ഷമിക്കണമേ, ജീവജലം ഞങ്ങൾക്ക് നൽകണമേ. വാടിക്കരിഞ്ഞൊരുവൻ താമര പൂവുപോലാസുതന്റെ ചേതനയറ്റമേനി അമ്മമടി തടത്തിൽ കിടത്തി, ചുടുകണ്ണുനീർ പൂക്കൾ വീഴ്ത്തി. ദുഃഖത്തിരയടിച്ചാർത്തിരം വീടുന്ന വൻകടൽ പോലിരുന്നു, നന്മ നിറഞ്ഞൊര കന്യകാമാതാവ് കുരിശിന്റെ കീഴിരുന്നു. 100 വ്യാകുല വാളുകൾ അവളുടെ ഹൃദയം നുറുക്കിയിരുന്നു, അവൾ നീറിയുരുകിയിരുന്നു. 13-ാം സ്ഥലം. ഈശോയുടെ തിരുശരീരം മാതാവിന്റെ മടിയിൽ കിടത്തുന്നു. ഇതാ ഞാൻ കർത്താവേ നിന്റെ ദാസി എന്ന് പറഞ്ഞുകൊണ്ട് മനുഷ്യവർഗത്തിന്റെ രക്ഷകനെ ഉദരത്തിൽ ഏറ്റുവാങ്ങി പെറ്റുവളർത്തിയ നന്മ നിറഞ്ഞവൾക്ക് നാം കൊടുത്ത പ്രതിസമ്മാനം. അവളുടെ ഹൃദയം വ്യാകുല വാളുകളാൽ പിളർക്കപ്പെട്ടു. അവളൊരു ദുഃഖസമുദ്രമായി. അവളെ തന്നെ ആ മകൻ നമുക്ക് അമ്മയായി നൽകി. പുത്രന്റെ ഘാതകരെ പുത്രരായി സ്വീകരിക്കുന്ന നന്മ നിറഞ്ഞ കന്യകാമാതാവ് അവളെയും അവളുടെ പുത്രനെയും ഇത്തരത്തിൽ പീഡിപ്പിച്ചതിന് മാപ്പ് ചോദിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ദുഃഖസമുദ്രമായി മാറിയ മറിയമേ, നിന്റെ അരിമകുമാരന്റെ നിർജീവമായ പൂമേനി മടിത്തടത്തിൽ താങ്ങി കാൽവരിയിലിരുന്നപ്പോൾ നീ അനുഭവിച്ച അവാച്യമായ ഹൃദയവേദനയോർത്ത് നിന്റെ തിരുക്കുമാരന്റെ ഘാതകരായ ഞങ്ങളോട് ക്ഷമിക്കണമേ. ജീവന്റെ ഉറവിടമായ പുത്രനോട് ഞങ്ങൾക്ക് വേണ്ടി മോചനം പ്രാർത്ഥിക്കണമേ. രക്ഷകൻ തന്റെ മേനി അക്ഷയ ജീവന്റെ ദിവ്യവേദി, ശിഷ്യരൊരുക്കിദാനം കിട്ടിയ കല്ലറയ്ക്കുള്ളിലാക്കി വെറും ശൂന്യത ബാക്കിയായി.
വിജയം നേടുകില്ല. തളരില്ല താഴിൽ പ്രേതകുടീരത്തിൽ ജീവന്റെ പൊൻകൊടി. പ്രഭമാത്രമല തല്ലി നിൽക്കും നിന്നാട്ടിൽ സുതരേയും ചേർക്കണേ നാഥ. കരുണാനിധേ ലോകനാഥ. 14-ാം സ്ഥലം. ഈശോയുടെ തിരുശരീരം സംസ്കരിക്കപ്പെടുന്നു. മനുഷ്യനായി പിറന്നു വീഴുവാൻ സ്ഥലമില്ലാഞ്ഞ് ഗോശാലയിൽ ജനിച്ചവൻ, തലചായ്ക്കാനിടമില്ലാതെ ഭൂമിയിൽ ജീവിച്ച മനുഷ്യപുത്രൻ, ആരുടെയോ കല്ലറ അവന്റെ മൃതശരീരത്തിന് അഭയമായി. ജനനത്തിലും ജീവിതത്തിലും സഹനത്തിലും മരണത്തിലും ഒന്നുപോലെ സ്വർഗസ്ഥനായ പിതാവിനെ പ്രസാദിപ്പിച്ച് മനുഷ്യവർഗത്തെ വിമോചിച്ച മനുഷ്യപുത്രൻ പുനരുത്ഥാനത്തിന്റെ മഹത്വമണിയുവാൻ കല്ലറയ്ക്കുള്ളിൽ നിശ്ചലനായി സ്ഥിതി ചെയ്യുന്നു. അവനോടുകൂടി മരിക്കുന്നവൻ അവനോടുകൂടി ഉയർക്കും. മനുഷ്യാവതാരത്താലും പീഡാസഹനത്താലും കുരിശുമരണത്താലും പാപികളായ ഞങ്ങളുടെ കടപ്പത്രത്തെ ഉന്മൂലനം ചെയ്ത ഞങ്ങളുടെ രക്ഷകനായ ഈശോയെ, മർത്യരായ ഞങ്ങൾക്ക് പുനരുദ്ധാനത്തിന്റെ മഹത്വം നൽകുവാൻ 3 ദിവസം നിശ്ചലനായി കല്ലറയ്ക്കുള്ളിലിരുന്നവനെ, അങ്ങയുടെ തിരുമുമ്പാകെ ഞങ്ങൾ ചെയ്ത സകല അപരാധങ്ങളും പുറത്ത് ഞങ്ങൾക്ക് നിത്യജീവന്റെ ഓഹരി തരുമാറാകണമേ. രക്ഷകൻ തന്നിണത്താൽ എത്രയും ശുദ്ധി വരിച്ചിവർക്കാൽ മുക്തിമാർഗം തെളിക്കും ശ്രീവായേ, നിൻ കഴൽ കുമ്പിടുന്നു ഞങ്ങൾ, നിൻ തണൽ തേടിടുന്നു. ഞാൻ പുനരുത്ഥാനവും ജീവനുമാകുന്നുവെന്ന് അരുളിച്ചെയ്ത ലോകരക്ഷക, എന്നെ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്നവൻ സ്വയം പരിത്യജിച്ച് തന്റെ കുരിശുമെടുത്ത് എന്റെ പിന്നാലെ വരട്ടെ എന്ന് ആഹ്വാനം ചെയ്ത കർത്താവേ, നീ തെളിച്ച കുരിശിന്റെ പാതയിലൂടെ നടന്ന് നിന്റെ വചനങ്ങൾ പാലിച്ച് ജീവിച്ച് നിത്യജീവൻ പ്രാപിക്കുവാനും അതിന് തടസ്സമായ പാപങ്ങളെല്ലാം സമ്പൂർണമായി പരിത്യജിക്കുവാനും നിന്റെ പുനരുത്ഥാനത്തിന്റെ മഹത്വമണിയുവാനും നിന്നോടൊപ്പം നിന്റെ രാജ്യമായ സ്വർഗത്തിലെത്തിച്ചേരുവാനും ഞങ്ങളെ സഹായിച്ച് അനുഗ്രഹിക്കുമാറാകണമേ.